നമസ്കാരം. പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ വൻ സംഘർഷം. വനിതാ നേതാക്കളുടെ വസ്ത്രങ്ങൾ വലിച്ചുകീറി പോലീസ്. എംപിമാരുടെ സസ്പെൻഷൻ. പാർലമെന്റിൽ ഇന്നും ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം. ഇത് അസമയത്തെ വിക്കറ്റ് വലിച്ചെറിയലായിപ്പോയി. സഞ്ജു സാംസണെ വിമർശിച്ച് സൈമൺ ഡൂൾ. വാർത്തകൾ വിശദമായി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പരിക്കേറ്റു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബുവിന്റെ അടക്കമുള്ള വനിതാ നേതാക്കളുടെ വസ്ത്രങ്ങൾ സംഘർഷത്തിൽ കീറി. പ്രവർത്തകർക്ക് നേരെ ലാത്തിചാർജ് നടത്തി. കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണത്തിൽ ഒരു പോലീസുകാരന് പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് വാഹനത്തിന്റെ ചില്ല് പ്രവർത്തകർ അടിച്ചു തകർത്തു. ബാരിക്കേഡുകൾ ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. പോലീസിന് നേരെ പ്രവർത്തകർ ചെരുപ്പേറും കല്ലേറും നടത്തി. സ്ഥലത്ത് വലിയ സംഘർഷാവസ്ഥയാണ് നിലനിൽക്കുന്നത്. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. എംപിമാരുടെ സസ്പെൻഷനിൽ ഇന്നും ശക്തമായ പ്രതിഷേധം. എംപിമാർ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചു. അതേസമയം രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖറിനെ പ്രതിപക്ഷ അംഗം അനുകൂലിച്ചത് ആയുധമാക്കുകയാണ് ഭരണപക്ഷം. ജഗദീപ് ധൻഖറിനെ അവഹേളിച്ചത് നിരാശാജനകമെന്ന് രാഷ്ട്രപതി പ്രതികരിച്ചു. മല്ലികാർജുൻ ഖാർഗെയ്ക്ക് മൗനമെന്ന് ധൻഖറും വിമർശിച്ചു. ഇനി കായിക വാർത്ത. ഇന്ത്യൻ താരം സഞ്ജു സാംസണെ വിമർശിച്ച് ന്യൂസിലൻഡ് മുൻ താരവും കമന്റേറ്ററുമായ സൈമൺ ഡൂൾ. ഓഫ് സ്റ്റംപിന് തൊട്ടുപുറത്ത് വരുന്ന പന്തുകൾ നേരിടുമ്പോൾ സഞ്ജുവിന്റെ ടെക്നിക്കുകൾ ഇന്ത്യയിൽ വിലപ്പോവുമെങ്കിലും വിദേശത്ത് പ്രയാസമാണെന്നാണ് ഡൂൾ വിമർശിച്ചത്. ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലെ രണ്ടാം ഏകദിനത്തിൽ സഞ്ജുവിന് ഏറെ നേരം ക്രീസിൽ നിലനിൽക്കാനുള്ള സാധ്യത മുന്നിലുണ്ടായിരുന്നിട്ടും 23 പന്തിൽ 12 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇതിനെ തുടർന്നാണ് ഡൂളിന്റെ വിമർശനം. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കെടുക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.